എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ LP അഡ്വൈസിനെ കുറിച്ചാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ആലപ്പുഴ ജില്ലയിലെ പുതിയ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2 അഡ്വൈസ് ലിസ്റ്റുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആദ്യത്തെ അഡ്വൈസ് ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിന്ന് 11 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. രണ്ടാമത്തെ അഡ്വൈസ് ലിസ്റ്റിൽ നിന്ന് ഒരാൾക്കുമാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 12 അഡ്വൈസുകളാണ് ആലപ്പുഴ ജില്ലയിലെ പുതിയ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ഈ 12 എണ്ണം പോയത് DA കാറ്റഗറിക്കാണ്. കഴിഞ്ഞ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് DA കാറ്റഗറിക്കാർ കുറവായിരുന്നു. അതിനാൽ കഴിഞ്ഞ LP റാങ്ക് ലിസ്റ്റിലെ പെൻഡിംഗ് ഉള്ള DA കാറ്റഗറിക്കാർക്കാണ് ഈ പുതിയ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 12 എണ്ണമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ പുതിയ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനിയും DA കാറ്റഗറിയിൽ നിന്ന് പോകാനുണ്ട് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിവരിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ DA കാറ്റഗറി പരിശോധിച്ച ലോ വിഷൻ കാറ്റഗറിയിൽ നിന്ന് 4 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. DA HA കാറ്റഗറിയിൽ ഒരാളും DA ലോക്കോമോട്ടർ LD കാറ്റഗറിയിൽ 4 പേരും DA M കാറ്റഗറിയിൽ 3 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ലോ വിഷൻ കാറ്റഗറിയിൽ നിന്ന് ഇപ്പോൾ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് 2 പേർക്കാണ്. ബാക്കി 2 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടില്ല. DA HA കാറ്റഗറിയിൽ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരാൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. DA LD കാറ്റഗറിയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. DA M കാറ്റഗറിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. DA കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ട് അഡ്വൈസ് ലഭിക്കാത്ത ആളുകൾക്ക് അവരവരുടെ ടേൺ വരുമ്പോൾ അവർക്ക് അഡ്വൈസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് പോയ അഡ്വൈസിൽ നിന്ന് DA HA കാറ്റഗറിയിൽ ഒരാൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ DA LV കാറ്റഗറി ഒരാൾക്ക്, പിന്നെ രണ്ടാമത്തെ ആൾക്കും പോയിട്ടുണ്ട്. DA LD കാറ്റഗറിയിൽ ഒരാളിവിടെ 2, 3 അങ്ങനെ 3 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഇനി DA M കാറ്റഗറിയിൽ 3 പേർക്ക്, 3 ആളായിരുന്നു ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ആ 3 പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 3 പേർ പോയത് കൂടാതെ മറ്റു 3 പേർക്കും കൂടി റിസർവ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസായി നോക്കുകയാണെങ്കിൽ DA M കാറ്റഗറി ഉൾപ്പെട്ട ഈ വർഷത്തെ ആലപ്പുഴ ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3 പേർക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കി 3 പേർക്കും കൂടി ഈ വർഷത്തെ പുതിയ റാങ്ക് ലിസ്റ്റിൽ ആളില്ലാത്തതിനാൽ ബാക്കി 3 പേർക്കും കൂടി ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സീരിയൽ നമ്പർ 576, സീരിയൽ നമ്പർ 676, സീരിയൽ നമ്പർ 776 ഇങ്ങനെ 3 അഡ്വൈസുകൾ ഈ വർഷത്തെ ആലപ്പുഴ ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൽ ആളില്ലാത്തതിന് അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ 1086, സീരിയൽ നമ്പർ 1087 എന്നിവ ടേൺസ് എസ് എ പാർട്ട് ടു ബി ഫിൽഡ് ഫ്രം ദ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന DA Mലെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കി 3 പേരെയും കൂടി അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നതിനായി റിസർവും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5/8/2025 ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. അത് DA M കാറ്റഗറിക്കാണ്. ഇതും കൂടി ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സീരിയൽ നമ്പർ 776 DA കാൻഡിഡേറ്റ് MD കാൻഡിഡേറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ റാങ്ക് ലിസ്റ്റ്. വേക്കൻസീസ് അറ്റ് എ പാർട്ട് ടു ബി ഫിൽഡ് അപ്പ് ഫ്രം ദ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ്. അങ്ങനെ 3 വേക്കൻസീസ് അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾ കാറ്റഗറിയിൽ നിന്ന് 12 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് സീരിയൽ നമ്പർ 776 പിന്നെ റിസർവ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി DA M കാറ്റഗറിയിൽ ഇനിയും പെൻഡിംഗ് ഉണ്ട്. അത് അടുത്ത വേക്കൻസി ലിസ്റ്റിലെ തുടക്കത്തിലെ 2 ഒഴിവുകളോ കൂടി DA M കാറ്റഗറിക്ക് റിസർവ് ചെയ്ത ശേഷമേ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റിൻ്റെ റൊട്ടേഷൻ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇനി ആലപ്പുഴ ജില്ലയിലെ LP റാങ്ക് ലിസ്റ്റിൽ ഇനി വരുന്ന ഒഴിവുകളിൽ ആദ്യത്തെ 2 or 3 ഒഴിവ് DA M കാറ്റഗറിക്കായിട്ട് റിസർവ് ചെയ്ത ശേഷമേ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ LP റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ആവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കാര്യം ഓർക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ പോയിട്ടുള്ളത് 2 അഡ്വൈസ് ലിസ്റ്റുകളിൽ നിന്ന് 12 അഡ്വൈസുകളാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ആദ്യത്തെ അഡ്വൈസിൽ നിന്ന് 11 അഡ്വൈസും രണ്ടാമത്തെ അഡ്വൈസ് ലിസ്റ്റിൽ നിന്ന് ഒരു അഡ്വൈസുമായി മൊത്തം 12 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ അഡ്വൈസ് പോയ മിക്ക ജില്ലകളിലെയും LP റാങ്ക് ലിസ്റ്റിൽ DA പെൻഡിംഗ് ഉള്ളത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. DA പെൻഡിംഗ് എല്ലാം കൊടുത്ത ശേഷമേ എല്ലാ ജില്ലകളിലും റൊട്ടേഷൻ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ റൊട്ടേഷൻ വൈസ് റാങ്ക് ലിസ്റ്റ് മൂവ് ചെയ്തിട്ടുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയും മലപ്പുറം ജില്ലയുമാണ്. അത് എല്ലാ DA കാറ്റഗറിക്കാർക്കും കൊടുത്ത ശേഷം റാങ്ക് ലിസ്റ്റ് മൂവ് ചെയ്ത ജില്ലകളാണ് കോട്ടയവും മലപ്പുറവുമെല്ലാം. ഇതുപോലെ എല്ലാ ജില്ലകളിലെയും LP അഡ്വൈസ് അപ്ഡേറ്റുമായി ഞങ്ങൾ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.